പൊതുപണം കെട്ടിടത്തിന്റെ രൂപത്തിൽ നശിക്കുന്ന കാഴ്ച കാണണമെങ്കിൽ വയനാട് തിരുനെല്ലിയിലെത്തിയാൽ മതിയാകും. ക്ഷേത്രത്തിനടുത്തുള്ള വിശ്രമ കേന്ദ്രമാണ് ഈ വിധം നശിക്കുന്നത്. പഞ്ചായത്തിന്റെ സ്ഥലത്ത് ഡോർമെറ്ററി സൗകര്യത്തോടെ ടൂറിസം വകുപ്പ് നിർമ്മിച്ച കെട്ടിടമാണ് വകുപ്പുകളുടെ പടലപ്പിണക്കം മൂലം നാശം നേരിടുന്നത്. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടം കാണാം. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ചത്. ഇത് ഈ വിധം കിടക്കാൻ തുടങ്ങിയിട്ട് 1.5 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിന്റെ 1 ഏക്കർ 18 സെന്റ് സ്ഥലത്ത് 75 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇങ്ങനെയൊരു കെട്ടിടം നിർമ്മിച്ചത്. ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കിയത്. 2006 നിർമ്മാണം പൂർത്തിയായെങ്കിലും 5 വർഷം കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഡോർമെറ്ററി സൗകര്യത്തോടെ നിർമ്മിച്ച കെട്ടിടത്തിൽ മുകളിലും താഴെയുമായി 300-ലധികം പേർക്ക് താമസിക്കാൻ സാധിക്കും. ഇതിനുവേണ്ട കട്ടിലുകൾ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. കർക്കിടക വാവ് ദിനത്തിൽ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് എത്തുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ കേന്ദ്രം ഇപ്പോൾ തുറക്കാറുള്ളത്. സ്ഥിരമായി ഉപയോഗിക്കാത്തതിനാൽ വവ്വാലുകളും പ്രാവുകളും കെട്ടിടത്തിൽ തമ്പടിക്കുന്നുണ്ട്. സീലിംഗ് അടർന്നു വീണ നിലയിലാണ്. കെട്ടിടം ഉപയോഗിക്കാത്തതിനാൽ സാമൂഹ്യ വിരുദ്ധർ ഇതിനു സമീപത്ത് തമ്പടിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും അനാസ്ഥ ചൂണ്ടിക്കാട്ടുകയാണ് UDF. ടൂറിസ്റ്റുകൾക്കപ്പുറത്തേക്ക് തീർത്ഥാടക ടൂറിസം പദ്ധതി തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് ചെയ്തത്. പക്ഷേ ആ വിശ്വാസികളെ, അവിടെ എത്തുന്ന വിശ്വാസികളെ കൂടി, തീർത്ഥാടകരെ കൂടി ഒരു അവഹേളിക്കുന്ന ഒരു സമീപനമാണ് നാളിതുവരെ പഞ്ചായത്തിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്തുണ്ടായിട്ടുള്ളത്. കോടികളാണ് അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തിരുനെല്ലി ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലും വിശ്രമിക്കാനും അതുപോലെ തന്നെയുള്ള സൗകര്യങ്ങൾ മുഴുവനുള്ള കഴിഞ്ഞ KC വേണുഗോപാൽ ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കി ഈ പഞ്ചായത്തിന് ഏൽപ്പിക്കപ്പെടേണ്ട ഒരു കെട്ടിടമാണ് അനാഥമായി കിടക്കുന്നത് എന്നുള്ളത് സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നവീകരണം നടക്കുന്നതിനാൽ തിരുനെല്ലി ക്ഷേത്രത്തിലെ പഞ്ചതീർത്ഥ വിശ്രമ കേന്ദ്രം ഇപ്പോൾ താമസത്തിന് നൽകുന്നില്ല. ഈ വിശ്രമ കേന്ദ്രം തുറന്നുകൊടുത്താൽ ക്ഷേത്രത്തിലെത്തുന്ന സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമാകും. വർഷങ്ങൾക്ക് മുമ്പ് DTPC ഈ കെട്ടിടം ദേവസ്വം വകുപ്പിനെ കൈമാറാൻ നിശ്ചയിച്ചിരുന്നെങ്കിലും അത് യാഥാർത്ഥ്യമായില്ല. മതിയായ അറ്റകുറ്റപ്പണി നടത്തി പരിസരം വൃത്തിയാക്കിയ ശേഷം കെട്ടിടം തുറന്നുകൊടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഈ കെട്ടിടം എന്നാണ് തുറന്നുകൊടുക്കാൻ കഴിയുക? ഭരണ സംവിധാനങ്ങളുടെ, വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് ഇത്തരം ഒരു ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് ഉയരുന്ന പരാതി. നടപടികൾ ഉണ്ടാകുമോ? സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.